ഇന്ന് അത്യാവശ്യം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. കണ്ടോ, നല്ല മഴയാണ്. പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, വീട്ടിലിരിക്കുന്ന ദിവസമാകുമ്പോൾ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നോർത്ത് ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല മഴയായിരിക്കും. കണ്ടോ, വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. റോഡ് വഴി അങ്ങ് മണ്ടേന്ന് വരുന്ന വെള്ളമാണ്. കണ്ടോ, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതുപോയി ചേരുന്ന സ്ഥലവും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങ് താഴെ വരെ എത്തിയാലേ ആ സ്ഥലം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒന്ന് കടയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ചുമ്മാതിരിക്കുമല്ലേ, ഒരു സാധനം നോക്കിയപ്പോൾ ഇല്ല. എന്നാൽ പിന്നെ അത് വാങ്ങിച്ചേക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നല്ല മഴ, ഒരു രക്ഷയില്ല. അപ്പോൾ വന്നിട്ട് ബാക്കി നമുക്ക് പാചകത്തിൻ്റെ പരിപാടിയുണ്ട്. കണ്ട ആ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. ഈ റോഡെ വന്ന് ചേർന്നിട്ട് ഇത്രയും ദൂരം വന്ന് ഇറങ്ങണം. വന്നിട്ട് നമ്മുടെ ആറ് കണ്ടോ, ആ ആറിലേക്കാണ് ഈ വെള്ളം വന്ന് വീഴുന്നത്. കണ്ടോ, ആറും ചെറിയൊരു പാലമൊക്കെ ഇങ്ങോട്ടാണ് വെള്ളം വന്ന് വീഴുന്നത്. അതിൻ്റെ കൂടെ ഓണസമയമായില്ലേ, പൂക്കാലം തുടങ്ങി കേട്ടോ. കണ്ടോ, ഇപ്പറയൊക്കെ പൂവൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പുറം ചെന്നിട്ട് വേണം കട കാണാനായിട്ട്. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇന്ന്. മഴയില്ലേ തന്നെ ഇവിടെ തണുപ്പാണ്. അപ്പം മഴ കൂടെ പെയ്താലെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളമൊക്കെ കലങ്ങി ഒഴുകി വരിക. അത്യാവശ്യം രാവിലെ ആയിട്ട് നല്ല മഴ തന്നെയായിരുന്നു. അപ്പം നമുക്ക് കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് ഈ ചെറിയൊരു കുക്കിങ്ങിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ്. മഴയൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഇത് ആലോചിച്ചപ്പോഴാണ് ഓർത്തത്. എന്നാൽ പിന്നെ ചുമ്മാതിരിക്കല്ലേ, പോയേക്കാം എന്നോർത്ത് ഇറങ്ങിയതാണ്. ആ കാണുന്ന ചെറിയ ഒരു ഇത് ഷീറ്റ് ഇട്ടേക്കണ പോലെ തോന്നുന്നില്ലേ, അതാണ് നമ്മൾ പോകുന്ന കട. കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഈ കട ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. കണ്ടോ, ഇതാണ് കട. ഈ കടയിൽ വന്നപ്പോൾ ആരുമില്ല. ചേച്ചി അതിനകത്ത് കാണും. മണി ചേച്ചി ഉണ്ടോ? ഓ, ഭയങ്കര പത്രം വായനയാന്ന് തോന്നണല്ലോ. എന്നതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൺചേച്ചി എന്ന് പറഞ്ഞോ. ഉണ്ടോ, ഒരു കുഴപ്പമില്ല. പതിവില്ലാതെ ഞങ്ങളുടെ ഇവിടെ ഉച്ച സമയത്ത് മഞ്ഞ് മൂടുക കേട്ടോ. 2 മണിയായി, ഇപ്പോൾ 2:30 ആ സമയത്ത് ഇന്ന് നല്ല മഞ്ഞ് അങ്ങോട്ട് വരുക. കണ്ടോ, ഭയങ്കര തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല. താഴേന്ന് കയറി വന്നിട്ടാണ് കതക്കുന്നത്. പതിവില്ലാതെ മഞ്ഞങ്ങ് മൂടുക. ഈ 2 മണി 2:30 സമയത്തൊന്നും അധികം മഞ്ഞൊന്നും നമുക്കിവിടെ വരാറില്ല. രാവിലെ വലിയ മഞ്ഞ് വന്നാലും ഈ സമയത്തൊന്നും അധികം മഞ്ഞ് വന്നിട്ടില്ല. അല്ല പിന്നെ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട്. ഇപ്പം നല്ല മഞ്ഞാണ്, നന്നായിട്ട് മഞ്ഞ് മൂടുന്നുണ്ട്. കണ്ടോ, അത്ര വലിയ ഇത് കാണാത്തതുകൊണ്ടാണ് ശരിക്കും മഞ്ഞ് മൂടുന്നുണ്ട്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞ കളർ പൊടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും എന്നാ ഇടുന്നതെന്ന്. കടലമാവാണ് കേട്ടോ. കടലമാവും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കായം. ഇത്ര ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നവർക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്തുണ്ടാക്കാൻ പോവാന്ന്. എല്ലാവരും അറിയാവുന്നവരല്ലല്ലോ കാണുന്നതല്ലേ, അറിയാൻ മേലാത്തവരും ഉണ്ട്. അതുകൊണ്ടല്ലേ യൂട്യൂബിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഇടുന്നത്. അറിയാൻ വയ്യാത്തവർക്ക് നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാനും ഇങ്ങനെയൊക്കെ കണ്ടു തന്നെയാണ് പഠിച്ചത് കേട്ടോ. എനിക്കറിയാമെന്ന് വയ്യായിരുന്നു, മിച്ചറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇത് കണ്ടിട്ടാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു അറിവ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് ഓർത്തു. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മളൊരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഇത്ര എടുത്തിട്ട് പോലും ആവശ്യത്തിനും കൂടുതൽ മിച്ചറുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഇതുപോലെ ഓണാക്കി വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നതാണ്. സ്ലിറ്റ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊന്നും ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ഇത് പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അപ്പം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് സെറ്ററൊക്കെ ഇട്ടേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ലേശം വെളുത്തുള്ളി ചതച്ച് അതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മിച്ചറിന്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റണം. വെളുത്തുള്ളി മൂത്ത് കേട്ടോ, കറിവേപ്പിലയും കൂടി ഇട്ടതുകൊണ്ടാണ് ലേശം കൂടെ സമയം നിന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് കോരി മാറ്റാം. ആദ്യമായിട്ട് ഉണ്ടാക്കണതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ കറക്റ്റ് പാകമായിട്ടുള്ള രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ആദ്യത്തെ ഒരു തവണത്തെ നമ്മൾ ഒന്ന് കോരി എടുക്കുവാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് 1-2 പ്രാവശ്യം കൂടെ ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. രണ്ടാമത്തെ തവണത്തെയും നമ്മുടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ കോരിയെടുക്കാം. ഇനി കുറച്ച് കുമ്പള, അതായത് ബബിൾസ്, കുനുകുനുകുന ബബിൾസ് നമുക്ക് മിച്ചറിനകത്ത് കിടക്കുന്ന കാണുകയല്ലേ. അപ്പോൾ അങ്ങനെയും കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഓർത്താണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കുറച്ചായി കിട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് മൂത്ത് കിട്ടി കേട്ടോ, വലിയ താമസം വന്നില്ല, പെട്ടെന്ന് മൂത്ത് കിട്ടി. അതിനുശേഷം മിച്ചറിനകത്ത് കിടക്കണ ഏറ്റവും തപ്പിപ്പെറുക്കി കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്നാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇത് വലിയൊരു പാത്രമാണ് കേട്ടോ, കണ്ടാൽ ചെറുതാന്ന് തോന്നും. ഇതാണ് മിച്ചർ കാണുമ്പോൾ തപ്പിപ്പെറുക്കുന്ന സാധനം, കണ്ടോ. മിച്ചർ കിട്ടിയാൽ എവിടെയാണ് കൂടുതൽ കടലയുള്ളതെന്ന് നോക്കുന്നത്. എന്നെപ്പോലെ തന്നെ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ആ കടലയുള്ള ഭാഗം കൂടുതൽ എടുത്തിട്ട് വായിലേക്കിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കും അങ്ങനെ തന്നെ വേണ്ടേ. അതിന് കടല മൂപ്പിച്ച് ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ കോരി എടുക്കുക. പക്ഷേ ഇതെല്ലാം ഈ എണ്ണ കളയാനായിട്ട് വെക്കുമ്പോൾ മുഴുവൻ താഴെ പോവുക കണ്ടോ. താഴെ പോയി, മുഴുവൻ താഴെ പോയി. എപ്പോഴും അങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ തവണ കോരിയപ്പോൾ താഴെ കളഞ്ഞില്ല. ഇതെല്ലാം കൂടെ കോരി വെച്ചു. ഇപ്പം തന്നെ നോക്കിയേ, പൊടിച്ച് കേട്ടോ. അതൊറ്റ നെക്കിന് പൊടിഞ്ഞ് കിട്ടി. ആ പൊടിഞ്ഞതിലേക്ക് നമ്മൾ കടലയും കൂടെ കോരിയിട്ടു. ഒത്തിരി അങ്ങ് പൊടിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റോട് കൂടിയുള്ള മിച്ചർ റെഡി, കണ്ടോ. വേറെ കളറോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.